കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക. ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9387686807. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക. 9387686807. Design your dream home with Dream Space Designers and make your home a reality. നിങ്ങളുടെ വീടിനെ സമ്പൂർണ്ണമായി ഓട്ടോമേഷൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഓട്ടോമാറ്റിക്കായി അടയ്ക്കാനും തുറക്കാനും കഴിയുന്ന ഗേറ്റ്, വീടിന് ചുറ്റുമായി സ്ഥാപിക്കാവുന്ന സർവൈലൻസ് ക്യാമറകൾ, വീടിന് പുറത്തു നിൽക്കുന്നവരോട് അകത്തുനിന്ന് സംസാരിക്കാനാകുന്ന ഡോർ ഫോൺ, റിമോട്ട് സിസ്റ്റം വഴി ക്ലോസ് ചെയ്യാനും തുറക്കാനുമാകുന്ന കർട്ടനുകൾ, റിമോട്ട് വഴി ഓപ്പറേറ്റ് ചെയ്യാവുന്ന ലൈറ്റുകൾ, ഫാനുകൾ, വിരൽ സ്പർശനം വഴി തുറക്കാവുന്ന ലോക്കുകൾ, സെൻസർ ടാപ്പുകൾ. നിങ്ങളുടെ വീടിനെ ഇങ്ങനെ സമ്പൂർണ്ണമായി ഒരു ഇലക്ട്രിക് ഹോമായി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടൻ വിളിക്കുക. ഫോൺ നമ്പർ 9388504030. അക്രമികളിൽ നിന്നും പിടിച്ചുപറിക്കാരിൽ നിന്നും നിങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാനും നിങ്ങളുടെ ജീവിതം അനായാസകരമാക്കാനുമായി ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ വീടിനെ സമ്പൂർണ്ണമായി ഓട്ടോമേറ്റ് ചെയ്യുക. അതിനായി ഉടൻ വിളിക്കുക. ഫോൺ നമ്പർ 9388504030. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9388504030. മനോഹരമായ 2 വീടുകൾ, അവയുടെ ഡിസൈൻ ഫീച്ചേഴ്സും നിർമ്മാണ രീതികളും. വാസ്തുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഉള്ളടക്കം അതാണ്. ഈ 2 വീടുകളിൽ ഒരു വീട് ഒരു കായലോര വസതിയാണ്. മനോഹരമായ ഒരു ഒറ്റനില വീട്. നോക്കൂ, ഇതാണ് ആ വീട്. ഇതിൻ്റെ പിന്നാലെ കാണിക്കുന്ന വീടിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നിർമ്മിച്ചിരിക്കുന്നത് കേവലം 2 സെന്റ് മാത്രം വലുപ്പമുള്ള ഒരു പ്ലോട്ടിലാണ്. 2 സെന്റ് പ്ലോട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും ഒരു വലിയ വീട്ടിൽ കാണുന്ന എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിലുണ്ട്. 3 കിടപ്പറകൾ അടിസ്ഥാന സൗകര്യമാക്കി നിർമ്മിച്ച ഒരു വീടാണ് അത്. കൂടാതെ ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, അപ്പർ ലിവിംഗ്, ബാൽക്കണി തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. 2 സെന്റ് പ്ലോട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടിയുള്ള ഒരു വീടാണിത്. നോക്കൂ, ഇതാണ് ആ വീട്. വീട് നിർമ്മിക്കാനുള്ള നല്ല പ്ലോട്ടുകൾക്ക് ക്ഷാമം നേരിടുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരം വീടുകൾ നല്ലൊരു മാതൃകയാണ്. ചെറിയ പ്ലോട്ടിൽ നിർമ്മിക്കാനാകും എന്നതാണ് ഒരു മെച്ചം. മിഡിൽ ക്ലാസ്സുകാർക്ക് അഫോർഡ് ചെയ്യാവുന്ന ബഡ്ജറ്റിൽ ഒരുക്കാനുമാകും. ഈ 2 വീടുകളുടെ നിർമ്മാണ വിശേഷങ്ങളാണ് വാസ്തുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ. ഇനി നമുക്ക് ഈ വീടുകളുടെ വിശദമായ കാഴ്ചകളാകാം. ആദ്യം മനോഹരമായ ആ കായലോര വസതിയുടെ കാഴ്ചകൾ. കൊച്ചിയിലെ ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സിലെ ചീഫ് എഞ്ചിനീയേഴ്സായ മിസ്റ്റർ നോബി റാഫേലും മിസ്റ്റർ ജോർജ് ജോസഫും ചേർന്ന് ഡിസൈൻ ചെയ്തതാണ് ആ വീട്. കാണുക. പച്ചപ്പ് നിറഞ്ഞ ഒരു തൊടിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച അതിമനോഹരമായ ഒരൊറ്റനില വീട്. അമേരിക്കൻ വീടുകളുടെ മേൽക്കൂരകൾക്ക് അഴക് പകരുന്ന ഷിംഗിൾസ് കൊണ്ട് മേഞ്ഞ മേൽക്കൂരയും കേരളീയ വീടുകളുടെ സവിശേഷതയായ വരാന്തകളും അതിലെ തൂണുകളുമൊക്കെയായി നിർമ്മിച്ച അതീവ സുന്ദരമായൊരു ഹർമ്മ്യം. കൊച്ചി നഗരത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൊന്നായ പാണാവള്ളിയിൽ വേമ്പനാട്ട് കായലിന്റെ പച്ചപ്പ് നിറഞ്ഞ ഈ തീരത്തായാണ് ഈ വീട്. ലേക്ക് സൈഡിൽ നിർമ്മിച്ച ഒരു വീടായതിനാൽ
ഒരു കായലോര വസതിക്ക് വേണ്ട എല്ലാ ചാരുതയും ചാലിച്ചൊരുക്കിയ ഡിസൈനാണ് ഈ വീടിൻ്റേത്. പാർപ്പിട നിർമ്മാണ കലയിലെ പഴമയും പുതുമയുമൊക്കെ സമന്വയിപ്പിച്ചിട്ടുണ്ട് ഈ വീടിന്റെ ഡിസൈനിൽ. കേരളത്തിന്റെ പ്രത്യേകമായ കാലാവസ്ഥയ്ക്ക് യോജിക്കുന്ന വിധത്തിലുള്ള സ്ലോപ്പിംഗ് സ്റ്റൈൽ റൂഫിംഗ് പാറ്റേൺ തന്നെയാണ് ഈ വീടിനുള്ളത്. മുന്നിലും വശങ്ങളിലുമായി നൽകിയ വരാന്തകൾ, അതിലെ പില്ലറുകൾ, റൂഫിൽ നൽകിയ മുഖപ്പ് എന്നിവയിൽ തെളിഞ്ഞു കാണുന്നതും പഴയകാല കേരളീയ വീടുകളുടെ ചാരുത തന്നെയാണ്. പക്ഷേ റൂഫിൽ മേഞ്ഞ ഷിംഗിൾസ്, ഇഷ്ടിക ചുമരിന് പകരം കുറേയിടങ്ങളിൽ നൽകിയ ഗ്ലാസ് വാളുകൾ എന്നിവ ഈ വീടിന് ഒരു മോഡേൺ ടച്ചും നൽകുന്നുണ്ട്. ഇങ്ങനെ ഒരേ സമയം പഴമയും പുതുമയും സമന്വയിപ്പിച്ച ഒരു വീടാണിത്. ആധുനിക രീതിയിലുള്ള ഇന്റീരിയർ ഫർണിഷിങ്ങോട് കൂടിയ ഒരു വീട് കൂടിയാണിത്. എൻട്രി ഡോർ തുറന്നാൽ ടി ഷേപ്പിൽ ഒരുക്കിയ വിശാലമായൊരു ഹാളാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ആദ്യ ഇടം ഒരു ലിവിംഗ് ഏരിയയായാണ് ഒരുക്കിയിട്ടുള്ളത്. തൊട്ടപ്പുറം ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ്ങിന്റെ വലതു ഭാഗത്തായി ഒരു പാൻട്രി സ്പേസും അതിനപ്പുറം കിച്ചണുമാണ്. ഡൈനിങ് ഏരിയയുടെ വലതു ഭാഗത്തായി ടിവിയും മറ്റും ക്രമീകരിച്ച ഒരു എന്റർടൈൻമെന്റ് ഏരിയയുമുണ്ട്. 2 ബെഡ്റൂം ഹൗസായാണ് ഇതിന്റെ രൂപകൽപ്പന. കിടപ്പറകളിൽ ഒന്ന് ഇതാണ്, ഇത് രണ്ടാമത്തേതും. ഇങ്ങനെ ലളിതമായ ഫ്ലോർ പ്ലാനോട് കൂടിയ ഒരു വീട്. കൊച്ചിയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറും കെന്റ് കൺസ്ട്രക്ഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ KC രാജുവിൻ്റേതാണ് ഈ വീട്. വേമ്പനാട്ട് കായലിന്റെ ശാന്തസുന്ദരമായ ഈ തീരത്ത് നല്ലൊരു വിശ്രമദിന വസതി എന്ന കോൺസെപ്റ്റിൽ ശ്രീ രാജു നിർമ്മിച്ചതാണ് ഈ ഒറ്റനില മാളിക. ശ്രീ രാജുവിന് വേണ്ടി ഈ വീടിന്റെ രൂപകൽപ്പന ഒരുക്കിയത് കൊച്ചിയിലെ ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സിലെ ചീഫ് ഡിസൈനേഴ്സായ ശ്രീ നോബി റാഫേലും ശ്രീ ജോർജ് ജോസഫുമാണ്. അതീവ ലാളിത്യമാർന്ന ഒരു ശൈലിയാണ് ഇതിന്റെ ഡിസൈൻ സ്റ്റൈലിൽ ശ്രീ നോബി റാഫേലും ശ്രീ ജോർജ് ജോസഫും സ്വീകരിച്ചത്. കൊച്ചിയിൽ സ്വന്തമായി ഫ്ലാറ്റുകളും വില്ലകളും ഉള്ളയാളാണ് ശ്രീ KC രാജു. ഒരു ഹോളിഡേ ഹോം വേണമെന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പാണവള്ളിയിൽ ഒരു ലേക്ക് സൈഡ് പ്ലോട്ട് വാങ്ങിയതും അതിൻ്റെ ഡിസൈനിങ്ങിനായി ഞങ്ങളെ സമീപിച്ചതും. ഇതിൻ്റെ ഡിസൈനിങ് വേളയിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു സിമ്പിളായിട്ടുള്ള സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ്. അതുകൊണ്ടൊരു ലേക്ക് സൈഡ് റിസോർട്ട് എന്ന രീതിയും മോഡേൺ ആൻഡ് ട്രഡീഷണൽ എലമെന്റ് ഉള്ള രീതിയാണ് ഇതിന്റെ ഡിസൈനിങ്ങിൽ ഞങ്ങൾ സ്വീകരിച്ചത്. മനോഹരമായ ഒരു കായൽ തീരമാണിത്. സദാ അലകൾ ഇളകുന്ന ജലാശയം, വല്ലപ്പോഴും വന്നു പോകുന്ന പാസഞ്ചർ ബോട്ടുകൾ, തീരത്തോട് ചേർന്ന് വിശ്രമിക്കുന്ന നാടൻ വള്ളങ്ങൾ, ആഴങ്ങളിലേക്ക് മുഖം കുനിച്ചു നിൽക്കുന്ന ചീനവലകൾ, മറുതീരത്തിനതിരിടുന്ന പച്ചപ്പാർന്ന കേരവൃക്ഷനിരകൾ, ഇങ്ങനെ ആരെയും മോഹിപ്പിക്കുന്ന ഒരു കായലോരം. ഈ കായൽ കാഴ്ചകൾ അപ്പാടെ ആസ്വദിക്കാൻ പാകത്തിലാണ് ഈ വീടിന്റെ ഡിസൈൻ. തീരദേശത്ത് ബിൽഡിംഗുകൾ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട കോസ്റ്റൽ റെഗുലേറ്ററി സോൺ നിയമമനുസരിച്ചാണ് ഈ വീടിന്റെ നിർമ്മാണം. അതിനാൽ കായൽ തീരത്ത് നിന്ന് 50 മീറ്റർ അകലത്തിലായാണ് വീടിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. CRZ നിയമം ബാധകമായൊരു പ്രദേശത്താണ് ഈ വീട്. അതുകൊണ്ട് ലേക്കിൻ്റെ സൈഡിൽ നിന്നും ഈ വീട് മാക്സിമം ബാക്കിലേക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എങ്കിലും ലേക്കിൻ്റെ ബ്യൂട്ടി മാക്സിമം എൻജോയ് ചെയ്യത്തക്കമാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വീടിനും കായലിനും ഇടയിലെ വിശാലമായ ഏരിയ മുഴുക്കെ ലാൻഡ്സ്കേപ്പിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. നാട്ടുവൃക്ഷങ്ങളും തെങ്ങുകളും ഒക്കെ അതേപടി നിലനിർത്തിക്കൊണ്ട് ബഫല്ലോ ഗ്രാസ് പിടിപ്പിച്ച വിശാലമായ ലോണാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിനാൽ വീടിന്റെ ഏത് കോണിൽ നിന്നും കായൽ കാഴ്ചകൾ ആസ്വദിക്കാം. കായൽ തീരത്ത് നിന്ന് വീട് കാണാനും ഏറെ മനോഹരം. അവിടെ നാച്ചുറലായി നിലനിന്നിരുന്ന മരങ്ങൾ അതുപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ അധികം പരിചരണം ആവശ്യമില്ലാത്ത ബഫല്ലോ ഗ്രാസ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈക്ക് വ്യൂ മാക്സിമം എൻജോയ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് വർക്കും ചെയ്തിരിക്കുന്നത്. വീടിന് ചുറ്റും വിശാലമായ മുറ്റവും നൽകിയിട്ടുണ്ട്. പെർമനന്റ് ടൈൽസ് പതിപ്പിച്ച വിശാലമായ മുറ്റം. ലോണിന്റെ നടുവിലൂടെ കായൽ തീരത്തേക്ക് പോകുവാൻ വാക്വേയും നൽകിയിട്ടുണ്ട്. കായൽ തീരത്തോട് ചേർന്ന് ഒരു ബാർബിക്യൂ ഹട്ടും നിർമ്മിച്ചിട്ടുണ്ട്. പാർട്ടികളോ ഗെറ്റ് ടുഗദർ പ്രോഗ്രാമുകളോ ഒക്കെ അറേഞ്ച് ചെയ്യാവുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. 1800 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിന്റെ വലിപ്പം. ഒറ്റ നിലയിൽ സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ നൽകിയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുൻഭാഗത്തും ഒരു വശത്തുമായി എൽ ഷേപ്പിൽ ഒരു വരാന്തയും നൽകിയിട്ടുണ്ട്.
പഴയകാല കേരളീയ ഗൃഹങ്ങളുടെ മാതൃകയാണ് ഇതിന് സ്വീകരിച്ചത്. ഈ വീടിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്ന ഡിസൈൻ എലമെന്റ് ഇതിന്റെ സ്ലോപ്പിംഗ് റൂഫാണ്. അതിൽ ഷിംഗിൾസ് മേഞ്ഞ് ഏറെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന വേളയിൽ ഞങ്ങൾ മനസ്സിൽ കണ്ടത് കായലോരത്തെ ക്ലൈമറ്റ് അതിജീവിക്കുന്ന ഒരു വീടെന്നതാണ്. ധാരാളം കാറ്റും മഴയും പടിഞ്ഞാറൻ വെയിലും ഒക്കെ ലഭിക്കുന്ന സ്ഥലമാണ്. അത് അതിജീവിക്കുന്ന ഒരു വീട് എന്നതായിരുന്നു കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഈ വീടിന് വരാന്തയും സ്ലോപ്പിംഗ് റൂഫും നൽകി ഡിസൈൻ ചെയ്തത്. നല്ല മഴ ലഭിക്കുന്ന സ്ഥലമായതിനാൽ ഇതിൻ്റെ റൂഫിൽ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ലോപ്പിംഗ് റൂഫാണ് ഇത് നൽകിയിരിക്കുന്നത്. ട്രസ് റൂഫാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മേളിൽ ഷിംഗിൾസ് പതിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ സ്ട്രക്ചറിലേക്ക് മഴയോ വെയിലിൻ്റെയോ ആഘാതം ഏൽക്കാതിരിക്കാൻ ചുറ്റുവരാന്തയും നൽകിയിട്ടുണ്ട്. ഏറെ ഭംഗിയാർന്നതാണ് ഈ വരാന്ത. ധാരാളം തൂണുകൾ, സെറാമിക്കിന്റെ റസ്റ്റിക് ഫീലുള്ള ടൈൽസ് വരാന്തയുടെ ഭംഗിയേറ്റുന്നു. ഒരൊഴിവുദിന വസതിയുടെ ആവശ്യങ്ങൾക്കുതകുന്ന സൗകര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത്. വരാന്തയിൽ നിന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ഇടം ലിവിംഗ് സ്പേസ് ആണ്. ലാളിത്യമാർന്ന ഫർണിഷിങ്ങോട് കൂടിയ ഒരു ലിവിംഗ് ഏരിയ, ഭംഗിയാർന്ന സെറ്റുകൾ, സോഫകൾ, ടീപോയ്, സൈഡ് വാളിൽ വെർട്ടിക്കലായി ചില നീഷുകൾ നൽകി ക്യൂരിയോസുകൾ വെച്ചിട്ടുണ്ട്. അതും ഈ മുറിയെ ആകർഷകമാക്കുന്നുണ്ട്. ലിവിംഗ് ഏരിയയ്ക്കപ്പുറം ഡൈനിങ് സ്പേസ് ആണ്. ഓപ്പൺ സ്റ്റൈൽ അറേഞ്ച്മെന്റ്, 6 സീറ്ററായ ഘടന. ഡൈനിങ് ഏരിയയുടെ റൂഫിന് നൽകിയ വുഡൻ പാനലിംഗും ആകർഷകം. ഡൈനിങ്ങിന് തൊട്ടപ്പുറം ഒരു പാൻട്രി സ്പേസും അതിനപ്പുറത്തായി മോഡ്യുലാർ സ്റ്റൈൽ കിച്ചണുമാണ്. കിച്ചൺ, പാൻട്രി സ്പേസ്, ഡൈനിങ് ഏരിയ എന്നീ ക്രമത്തിലുള്ള ഘടന. ഈ 3 ഇടങ്ങൾ ഫുഡ് സെർവിങ്ങിന് അനായാസത നൽകും. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ പ്ലാൻ വളരെ സിമ്പിളാണ്. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഹോളിഡേയ്സിലോ വന്ന് താമസിക്കാവുന്ന ഒരു വീടാണിത്. അതുകൊണ്ട് എല്ലാവർക്കും ഇൻട്രാക്ട് ചെയ്യാവുന്ന ഒരു ഹോളിഡേ മൂഡ് നൽകിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂംസ് ഒഴികെ ബാക്കി എല്ലാ രീതിയിലും പ്രൈവസി ഒഴിവാക്കി ഒരു ഓപ്പൺ ഫീലിംഗിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ടി ഷേപ്പ് ഹോളാണ് ഇതിനുള്ളത്. അതിൻ്റെ പാർട്ടായിട്ട് കിച്ചണും പിന്നെ 2 ബെഡ്റൂമുമാണ് ഇതിൻ്റെ ഫ്ലോർ പ്ലാനിലുള്ളത്. വിശ്രമദിന വസതി എന്ന കോൺസെപ്റ്റിൽ ഒരുക്കിയതിനാൽ 2 കിടപ്പറകളെ ഈ വീട്ടിലുള്ളൂ. ടി ഷേപ്പ് ഹാളിന്റെ ഇരുവശങ്ങളിലുമായാണ് അവ നൽകിയത്. കായലിന്റെ ഭംഗി നന്നായി ആസ്വദിക്കാവുന്ന വിധത്തിലാണ് കിടപ്പറകളുടെ സ്ഥാനം. കായലിന്റെ വ്യൂ ഒട്ടും നഷ്ടപ്പെടാതിരിക്കാൻ പാകത്തിൽ ലേക്ക് സൈഡ് ഭാഗത്തെ ചുമർ നിർമ്മിച്ചത് ഇഷ്ടിക ഒഴിവാക്കിയാണ്. പകരം ടെഫൻ ഗ്ലാസ് വാളാണ് ഇവിടെ. ഗ്ലാസ് വാൾ ആയതിനാൽ കായൽ കാഴ്ച നന്നായി ആസ്വദിക്കാനുമാകും. പ്രൈവസിക്കായി ഗ്ലാസ് വാളിനകത്ത് കർട്ടനും നൽകിയിട്ടുണ്ട്. ശരിക്കും ഈ വീട് നിർമ്മിച്ചത് കായലിൻ്റെ ഭംഗി കൂടി ആസ്വദിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ബെഡ്റൂമിലിരുന്നാൽ പോലും അതിൻ്റെ കായലോര ഭംഗി നഷ്ടപ്പെടരുതെന്ന് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് ബെഡ്റൂമിൻ്റെ കായലിനോട് ഫേസ് ചെയ്യുന്ന ചുമര് ഗ്ലാസ് വാൾ നൽകിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബെഡ്റൂം ഡിസൈൻ ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതിന് നൽകേണ്ട പ്രൈവസിയാണ്. ഈ ബെഡ്റൂമിൻ്റെ ഒരു ചുമര് ഗ്ലാസ് വാൾ ആയതിനാൽ അതിന് പ്രൈവസി കുറയും. അതിന് പ്രൈവസി ലഭിക്കാൻ ഇത് ഫുൾ ലെങ്ത് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. പ്രൈവസി ആവശ്യമുള്ളപ്പോൾ അത് ക്ലോസ് ചെയ്താൽ മതിയാവും. ഇവിടുത്തെ കിടപ്പറകളിൽ ഒന്നിതാണ്. ലളിതമായി ഫർണിഷ് ചെയ്ത കിടപ്പറ. അറ്റാച്ച്ഡ് ഫെസിലിറ്റി കൂടി നൽകിയാണ് രൂപകൽപ്പന. ഇവിടുത്തെ 2ാമത്തെ കിടപ്പറ ഇതാണ്. ഫർണിഷിംഗ് പാറ്റേണിൽ ആദ്യ കിടപ്പറയുടെ അതേ ശൈലി പിന്തുടരുന്ന മുറി. കായലിന്റെ ദൃശ്യഭംഗി ഒട്ടും നഷ്ടപ്പെടുത്താതെയാണ് ഇതിന്റെയും രൂപകൽപ്പന. ടെഫൻ ഗ്ലാസ് വാൾ നൽകി തന്നെയാണ് ഇതും ഒരുക്കിയിട്ടുള്ളത്. കായലിന്റെ ഭംഗി ആസ്വദിച്ച് ഒഴിവുദിനം ചെലവഴിക്കുവാൻ ഒരു വീട്. ഈ വീടിന്റെ രൂപകൽപ്പനയിൽ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇവിടെ കഴിയുമ്പോൾ നഗരത്തിരക്കറിയില്ല. കായലിന്റെ തിരയിളക്കവും സ്വാസ്ഥ്യം തരുന്ന കാറ്റും ആസ്വദിക്കാവുന്ന ഒരിടം. സന്ധ്യാനേരത്ത് കായലിനപ്പുറം സൂര്യൻ അസ്തമിക്കുന്നതും മെല്ലെ മെല്ലെ ഇരുട്ട് പരക്കുന്നതുമൊക്കെ ഇവിടെ ഇരുന്ന് ആസ്വദിക്കാം. അതിന് യോജിച്ച വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. എങ്ങനെ നല്ലൊരു ഒഴിവുദിന വസതി ഒരുക്കാം എന്നതിന് മാതൃകയാണ് ഈ വീട്. ഒരു ബ്യൂട്ടിഫുൾ ഹൗസ് അല്ലേ? അവധി ദിവസങ്ങളിൽ മാത്രമല്ല, എല്ലാ ദിവസവും താമസിക്കാൻ തോന്നുന്ന ഒരു പോസിറ്റീവ് ഫീലുണ്ട് ഈ വീടിന്. ഇനി 2 സെന്റ് പ്ലോട്ടിൽ നിർമ്മിച്ച ആ മനോഹരമായ വീടിന്റെ കാഴ്ചകളാണ്.
നമുക്കറിയാം, വീട് നിർമ്മിക്കാനുള്ള നല്ല പ്ലോട്ടുകൾക്ക് ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. ഈ സാഹചര്യത്തിൽ ചെറിയ പ്ലോട്ടിൽ നിർമ്മിക്കാൻ പറ്റിയ നല്ല വീടുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. വീട് നിർമ്മാണത്തിന്റെ ചിലവ് വളരെയേറെ കുറയ്ക്കാൻ അതുവഴി സാധിക്കും. അതിന് മാതൃകയാക്കാൻ പറ്റിയ ഒരു വീടാണ് അത്. ഫോർട്ട് കൊച്ചി സൗദിയിൽ അടുത്തിടെ നിർമ്മാണം പൂർത്തിയായ മനോഹരമായ ഒരു വില്ലയാണിത്. കണ്ടംപററി പാറ്റേണിലുള്ള ഒരു ഇരുനില വീട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 480-ഉം മുകൾ നിലയിൽ 450-ഉമായി ആകെ 930 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നിർമ്മിച്ച വീടാണിത്. 2 സെന്റ് മാത്രം വലിപ്പമുള്ള ചെറിയൊരു ഹൗസ് പ്ലോട്ടിലാണ് ഈ വീടിന്റെ നിർമ്മാണം. എന്നിട്ടും സാമാന്യം വലിയൊരു പ്ലോട്ടിൽ നിർമ്മിക്കുന്ന വലിയൊരു വീടിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വീടിനുണ്ട്. നല്ലൊരു മുറ്റം, അഴകാർന്നൊരു സിറ്റ് ഔട്ടിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ ഈ ലിവിംഗ് ഏരിയയും ഈ ഡൈനിങ് ഏരിയയും സമന്വയിപ്പിച്ച ഈ വലിയ ഹാൾ, പ്രത്യേക മുറിയായി ഒരുക്കിയ ഈ കോമ്പാക്ട് സ്റ്റൈൽ കിച്ചൺ, ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയ ഈ മാസ്റ്റർ ബെഡ്റൂം, ഡൈനിങ് ഏരിയയ്ക്കരികിലുള്ള ഈ സ്റ്റെയർകേസ്, അത് കയറി ചെല്ലുന്ന മുകൾ നിലയിൽ ആദ്യം കാണുന്ന ഈ അപ്പർ ലിവിംഗ് ഏരിയയ്ക്കരികിൽ നിന്ന് എൻട്രി നൽകിയുള്ള 2 കിടപ്പറകൾ, പിന്നെ ഈ അപ്സ്റ്റെയർ ബാൽക്കണി. ഇങ്ങനെ സാമാന്യം വലിയൊരു വീടിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയൊരുക്കിയ ഒരു വീടാണിത്. ഒരു 3 ബെഡ്റൂം ഹൗസ്. ഫോർട്ട് കൊച്ചിയിലെ ടാക്സി ഡ്രൈവറായ EJ ഫ്രാൻസിസിന്റെയും ഭാര്യ അൽഫോൺസയുടെയും വീടാണ് ഇത്. 2 മക്കളാണ് ഈ ദമ്പതികൾക്ക്. ഇങ്ങനെ 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കൂട്ടിയിണക്കി രൂപകൽപ്പന ചെയ്ത ഒരു വീട്. വലിയ സ്ഥലം വാങ്ങി പൈസ ഒരു വീട് വെക്കാനായിട്ട് പറ്റാത്തതിൻ്റെ പേരിൽ ചെറിയ ഫ്ലോട്ട് വാങ്ങി സൗകര്യപ്രദമായിട്ട് ഭംഗിയുള്ള ഒരു വീട് വെക്കുക എന്നുള്ളത് എൻ്റെ ജീവിത അഭിലാഷമായിരുന്നു. അതിൻ്റെ പേരിലാണ് ഈ 2 സെൻറ്റ് സ്ഥലം വാങ്ങുകയും ഇവിടെ ഭംഗിയുള്ളൊരു വീട് നിർമ്മിക്കണമെന്ന് എനിക്കും എൻ്റെ ഫാമിലിക്കും തോന്നുകയും ഞങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ആ വീട് നിർമ്മിക്കുകയും ചെയ്തു. ചെറിയ പ്ലോട്ടിൽ നിർമ്മിച്ച വീടാണെങ്കിലും ആകർഷകമായ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ ഈ വീടിനുണ്ട്. കണ്ടംപററി പാറ്റേണിലാണ് എക്സ്റ്റീരിയർ ഡിസൈൻ ഒരുക്കിയത്. കണ്ടംപററി ഡിസൈനിന്റെ സവിശേഷതയായ സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ, പെർഗോള റൂഫ്, സ്റ്റോൺ ക്ലാഡിംഗ് വാൾ, ബാൽക്കണി എന്നിവയൊക്കെ ഈ വീടിനുണ്ട്. ബാൽക്കണി ഏരിയയിൽ പൂച്ചെടികൾ വളർത്തിയതും ആകർഷകം. മെയിൻ റോഡിനോട് ചേർന്ന ഒരു പ്ലോട്ടിലാണ് ഈ വീട്. അതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് 3 മീറ്റർ സെറ്റ് ബാക്ക് നൽകിയാണ് വീടിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനാൽ വിശാലമായൊരു മുറ്റം കൂടി ഈ വീടിനുണ്ട്. ഈ മുറ്റമാകട്ടെ 2 വലിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ വീടിന് നൽകുന്നുണ്ട്. ടാക്സി ഡ്രൈവറായ ഫ്രാൻസിസിന് അതേറെ പ്രയോജനപ്രദമാണ്. ഈ മുറ്റത്താണ് വാട്ടർ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. മുറ്റത്തിന് അങ്ങനെ ഒരു യൂട്ടിലിറ്റി കൂടിയുണ്ട് ഇവിടെ. ചെറിയ പ്ലോട്ടിൽ നിർമ്മിച്ച വീടാണെങ്കിലും ആകർഷകമായൊരു സിറ്റ് ഔട്ട് കൂടിയുണ്ട് ഈ വീടിന്. ഈ സിറ്റ് ഔട്ടിൽ നിന്നാണ് വീട്ടിലേക്കുള്ള എൻട്രി. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യ ഇടം ഈ ഹാളാണ്. ഒരു ഭാഗത്ത് ഫോമൽ ലിവിംഗ് ഏരിയയും മറുഭാഗത്ത് ഡൈനിങ് ഏരിയയും സമന്വയിപ്പിച്ചുള്ളതാണ് ഈ ഹാൾ. ഇതൊരു മൾട്ടി യൂട്ടിലിറ്റി ഹാളാണ്. പ്രെയർ ഏരിയ, TV കാണുവാനുള്ള ഇടം, ഷോക്കേസ് സ്പേസ്, സ്റ്റെയർകേസിനുള്ള ഇടം എന്നിവയൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഈ ഹാളിലാണ്. 3 ഇടങ്ങളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനി ഈ വീട്ടിലുള്ളത്. ഒന്ന് ഈ കിച്ചൺ, പിന്നെ ഈ മാസ്റ്റർ ബെഡ്റൂം. കിച്ചണിന്റെയും മാസ്റ്റർ ബെഡ്റൂമിന്റെയും ഇടയിലായി ഈ ടോയ്ലറ്റ് റൂം എന്നിങ്ങനെ 3 ഇടങ്ങൾ. കോമ്പാക്റ്റ് ആണ് കിച്ചൺ. മോഡേൺ സ്റ്റൈൽ കിച്ചണിന്റെ എല്ലാ സൗകര്യങ്ങളുമുള്ള നിറപ്പകിട്ടാർന്ന ഒരു അടുക്കള. ചെറിയ വീടാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയാണ് മാസ്റ്റർ ബെഡ്റൂം ഒരുക്കിയത്. കോമൺ ബാത്റൂമാണ് ഇവിടെ. ഈ വുഡൻ പാനലിങ്ങിന് ഇടയിലൂടെയാണ് അവിടേക്കുള്ള എൻട്രി. ഡോർ അടച്ചാൽ ഇവിടെ ഒരു ബാത്റൂം ഉള്ളതായി ആർക്കും തോന്നില്ല. ഇവിടുത്തെ ശേഷിക്കുന്ന സൗകര്യങ്ങൾ മുകൾ നിലയിലാണ്. ഡൈനിങ് ഏരിയയ്ക്കരികിലായാണ് അവിടേക്കുള്ള സ്റ്റെയർകേസ് നൽകിയത്. വളരെ കുറച്ചിടം മാത്രം കൺസ്യൂം ചെയ്യുന്ന വിധത്തിലാണ് സ്റ്റെയർകേസിന്റെ രൂപകൽപ്പന. സ്റ്റെയർകേസ് കയറി എത്തുന്നിടത്തായി ഒരു അപ്പർ ലിവിംഗ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. കോമ്പാക്റ്റ് ആണെങ്കിലും ഭംഗിയാർന്നൊരിടം.
ഇതിനരികിലായാണ് മുകൾ നിലയിലെ 2 കിടപ്പറകൾ. അതിലൊന്ന് ഇതാണ്. നല്ല ശയ്യാ സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു കിടപ്പറ. ഇതാണ് രണ്ടാമത്തെ കിടപ്പറ. ആകർഷകമാണ് ഇതിന്റെ ഫർണിഷിംഗ്. കിടപ്പറകൾക്ക് രണ്ടിനും മധ്യേ കോമൺ ആയാണ് ടോയ്ലറ്റ് റൂമിന്റെ ഡിസൈൻ. സ്ഥലപരിമിതി കണക്കിലെടുത്താണ് ഈ വിധം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ 4 പേരാണ്. എൻ്റെ ഭാര്യ അൽഫോൻസ, എൻ്റെ മകൾ മേരി ഷിബി, മകൻ ആൻ്റണി ഷിജു. ഞങ്ങൾ 4 പേരുള്ളതിൻ്റെ പേരിൽ 3 ബെഡ്റൂം സൗകര്യപ്രദമായിട്ടുള്ള ഇതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഗസ്റ്റ് റൂം വേണമെന്ന് തോന്നിയിട്ടില്ല. കാര്യം തന്നെ മകൻ MRFൽ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. മകള് വിവാഹം കഴിച്ച് ചാലക്കുടിയിൽ കഴിച്ച് CMIയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ വരുമ്പോൾ മാത്രം ഒരു റൂം ഉപയോഗിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു ബെഡ്റൂം ഫ്രീ ആയിട്ട് കിടക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഗസ്റ്റ് റൂം വേണമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. അതിന് വല്ല 3 ബെഡ്റൂം സൗകര്യപ്രദമായിട്ടുള്ള ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത്. എക്സ്റ്റീരിയറിൽ കാണുന്ന ഈ ബാൽക്കണി സ്പേസ് ആണ് മുകൾ നിലയിലെ ശേഷിക്കുന്ന സൗകര്യം. ചൂരൽ കൊണ്ടുള്ള ഈ സ്വിംഗ് ആണ് ബാൽക്കണിയെ ആകർഷകമാക്കുന്നത്. 2 സെന്റിൽ 930 സ്ക്വയർ ഫൂട്ട് വലുപ്പത്തിലാണ് ഇതിന്റെ നിർമ്മാണം. എങ്കിലും ചെലവ് കുറഞ്ഞ ശൈലിയിൽ നിർമ്മിച്ച വീടല്ല ഇത്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം. ഡോറിന് തേക്ക്, ഫ്ലോറിങ്ങിന് വിട്രിഫൈഡ് ടൈൽസ്, സ്റ്റെയർകേസിന് സ്റ്റീൽ, എക്സ്റ്റേണൽ വാളിന് സ്റ്റോൺ ക്ലാഡിംഗ്, പുട്ടി ഫിനിഷ് പെയിന്റിംഗ് എന്നിങ്ങനെ നല്ല ക്വാളിറ്റി വർക്ക്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഹൈ ക്വാളിറ്റി തന്നെയാണ്. കിച്ചൺ കബേഡിൻ്റെ കാര്യത്തിലും വുഡൻ വർക്കിൻ്റെ കാര്യത്തിലും ടൈൽസിൻ്റെ കാര്യത്തിലും ഹാൻഡിലിൻ്റെ കാര്യത്തിലും എല്ലാം വളരെ വില കൂടിയ ഐറ്റംസ് ഇട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഈ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ 1750 സ്ക്വയർ ഫീറ്റിന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 സെന്റുള്ള പ്ലോട്ടിലും ആകർഷകമായ ഒരു വീട് ഒരുക്കാമെന്ന് നമുക്ക് കാട്ടിത്തരുന്ന ഒരു നിർമ്മിതിയാണിത്. നിർമ്മിക്കാൻ ചെറിയ പ്ലോട്ട് മതി എന്നതിന് പുറമെ കുറഞ്ഞ ബജറ്റിൽ നിർമ്മിക്കാമെന്നതും 6 മാസക്കാലത്തിനിടെ നിർമ്മാണം പൂർത്തിയാക്കാമെന്നതും ഈ വീടിന്റെ മേന്മയാണ്.